എനിക്ക് നിങ്ങൾ വല്ല ആയിത്തം കൽപ്പിച്ചിട്ടുണ്ടോന്നറിയാൻ. ഒരു പ്ലേറ്റ് കൂടെ എടുത്ത് നിനക്കൂടെ വിളമ്പ്. ഞാനേ വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. അതെന്താ എന്റെ ഓഫീസിൽ നിന്ന് കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ദേ, കൂടുതൽ വാചം അടിക്കാതെ പ്രിയപ്പെട്ട അമ്മ ഉണ്ടാക്കിയത് കഴിക്കും. ജോലിക്കാരിയാണ് ഉണ്ടാക്കിയതെങ്കിലും ഇതിൽ അമ്മയുടെ സ്നേഹമുണ്ട്. അതാ ഇത്ര രുചി. എടാ മണ്ടച്ചാരെ, ഇത് ഞാനാ ഉണ്ടാക്കിയത്. ആ പറയുന്നേക്ക്, നീ കൂടെ ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കുക. സോറി സാർ, നിങ്ങളോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏയ് സാരമില്ല, കഴിക്കാൻ വന്നാണ് ഇരുന്നോളൂ. ഞാൻ പിന്നെ കഴിച്ചോളാം സാർ. എന്തിനാ താമസിപ്പിക്കുന്നത്? വിശപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കഴിച്ചു. അതിന് മറ്റുള്ളവരുടെ സൗകര്യം നോക്കരുത്. എന്നാലും കമ്പനി ഉടമസ്ഥന്റെ കൂടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ മാഡം. എന്താ ചേട്ടാ ഇത്? കമ്പനി ഉടമസ്ഥനും ഭാര്യയ്ക്കും എന്താ കൊമ്പുണ്ടോ? ഞങ്ങള് നിങ്ങളെപ്പോലെ തന്നെയല്ലേ? മാഡത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്രയും നന്മയുള്ള ഒരാളെ ഭാര്യയായി കിട്ടിയത് സാറിന്റെ ഭാഗ്യമാണ്. യു ക്യാരി ഓൺ, ഞാൻ പിന്നെ കഴിച്ചോളാം. ശരി. അതെ, ആ മാനേജർ രാവിലെ പോലെ നിന്നെ പുകഴ്ത്തല. നീ വല്ല കൈക്കൂലിയും കൊടുത്തുണ്ടായേക്ക്. പിന്നെ കൈക്കൂലി. നന്മ നിറഞ്ഞ മനസ്സുള്ളവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ നന്മയുള്ള മനസ്സായിട്ടാണോ എന്നെ ഇങ്ങനെ നിരാശപ്പെടുത്തുന്നത്? നീ പ്രതിജ്ഞ എടുത്തത് ശിവാനിയുടെ കല്യാണം നടത്താമെന്നല്ല, എന്നെ കഷ്ടപ്പെടുത്താന്നാ. അയ്യോ അല്ല ഗൗതം, ഒന്നും മനഃപൂർവ്വം അല്ല. ശിവാനിക്ക് ചേരുന്ന കുറെ ആലോചനകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളതൊന്നും സമ്മതിക്കില്ല. സമ്മതിപ്പിക്കാവുന്ന അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒന്നും നടക്കില്ല. എന്നോടുള്ള ഒടുക്കത്തെ ഇഷ്ടം കൊണ്ട് മാത്രാ ഞാനൊന്നും പറയാത്തത്. നീ കഴിക്ക, വാ കഴിക്ക. എനിക്ക് മതി, ചിക്കൻ തരാം. കൈ കഴുകില്ലേ? ഇനി പായസം കുടിക്കാം. അത് വേണം, അവിടെ തന്നെ ഇരിക്കട്ടെ. വയറ് നിറഞ്ഞിരിക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം. കുടിക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ല നിധി,